അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് സസന്തോഷം ഏവർക്കും സ്വാഗതം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഖൽബു ശൈഖ് ശാബ്ബുൻ അലാ ഹുബ്ബി ഇസ്നൈനി തൂലുൽ ഹയാത്തി വ ഹുബ്ബുൽ മാൽ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ പ്രവാചക വചനം, എന്നാൽ ഏറെ ചിന്തനീയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൽബു ശൈഖി, വൃദ്ധന്റെ മനസ്സ്, ഷാബുൻ, അത് യുവത്വവൽക്കരിക്കും, അത് ചെറുപ്പമായി മാറുന്നു. അലാ ഹുബ്ബി ഇസ്നൈനി, രണ്ട് കാര്യങ്ങളോടുള്ള ഇഷ്ടം. തൂലുൽ ഹയാത്ത്, ഒന്ന് ദീർഘകാലം ജീവിക്കണം എന്ന ആഗ്രഹം. വഹുബ്ബുൽ മാൽ, മറ്റൊന്ന് ധനത്തോടുള്ള അവൻ്റെ ഇഷ്ടവും പ്രേമവും. വൃദ്ധരായ ആളുകളുടെ മാനസികാവസ്ഥയും നിലവാരവുമാണ് ഈ ചെറുവചനത്തിലൂടെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. രണ്ട് കാര്യങ്ങളോടുള്ള പ്രതിപത്തി, എത്ര വയസ്സായാലും മനസ്സിനെ അത്, ആ വൃദ്ധരുടെ മനസ്സിനെ അത് യുവത്വവൽക്കരിച്ചുകൊണ്ടിരിക്കും. അതിലൊന്ന് ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹം, മറ്റൊന്ന് ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള അവൻ്റെ ഇഷ്ടവും പ്രേമവും. വളരെ ചിന്തനീയമാണ് ഈ വചനം. മനുഷ്യൻ വയസ്സാകും തോറും, ഖബറിലേക്ക് അടുക്കും തോറും, ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകാൻ സമയം അടുക്കും തോറും അവൻ്റെ മാനസികാവസ്ഥ ഈ രണ്ട് കാര്യങ്ങളിൽ ചെറുപ്പം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ദീർഘകാലം ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹവും സമ്പത്തിനോടുള്ള സ്നേഹവും പ്രേമവും. ഭൗതിക ജീവിതത്തിൽ ധനത്തോടുള്ള ആർത്തി മനുഷ്യന് അത് അവൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് മുമ്പൊരിക്കൽ നാം മനസ്സിലാക്കേണ്ട. എത്ര കിട്ടിയാലും അവന് നിറയുകയില്ല, അവൻ്റെ വയറ് നിറയുകയില്ല, അവൻ്റെ മനസ്സ് നിറയുകയില്ല, അവന് സംതൃപ്തി ഉണ്ടാവുകയില്ല. ഇനിയും കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളൊരു ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നസായി, അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ദീർഘമായ ഹദീസിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പ്രവാചകൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്കും ഉൽപ്പാദിപ്പിച്ച് തരുന്നതിലാണ് ഞാൻ അധികമായും ഭയപ്പെടുന്നത്. ഇന്ന അക്തറ മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ ബറകാത്തിൽ അർദ്. ഭൂമിയിലെ ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു യഥേഷ്ടം നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുക. എന്താണ് ഭൂമിയിലെ ബർക്കത്തുകൾ എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഭൗതിക ആഡംബരങ്ങൾ, സഹ്റത്തുദ്ദുന്യ, ഭൗതികമായ ആഡംബരങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുചരന്മാരിൽ ഒരാൾ ചോദിച്ചു, ഇത് ചോദിച്ചപ്പോൾ പ്രവാചകൻ മൗനം അവലംബിച്ചു. അപ്പോൾ അനുചരന്മാരിൽ ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, ഭൗതികാഡംബരങ്ങൾ എന്ന് നബി പറഞ്ഞപ്പോൾ അനുയായി ചോദിക്കുകയാണ്, നന്മ തിന്മയെ ഉണ്ടാക്കുമോ? ഇത് കേട്ടപ്പോൾ പ്രവാചകൻ മൗനം അവലംബിച്ചു.
ആ സന്ദർഭത്തിൽ പ്രവാചകന് വഹി ലഭിച്ചുവോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. തുടർന്ന് പ്രവാചകൻ തൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ആ ചോദ്യകർത്താവ് എവിടെ? ചോദ്യകർത്താവ് അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ എന്ന് പ്രത്യുത്തരം ചെയ്തു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നന്മയല്ലാതെ യാതൊന്നും കൊണ്ടുവരികയില്ല. ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു. ഇന്നൽ ഖൈറ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വിശദീകരിച്ചു, എന്നാൽ ഈ ധനം ഉണ്ടല്ലോ, അത് പച്ച പിടിച്ചതാണ്, ആകർഷകമാണ്, മധുരിക്കുന്നതുമാണ്. തീർച്ചയായും വസന്തകാലം മുളപ്പിക്കുന്ന പുല്ലും സസ്യങ്ങളും തഴച്ച് വളർന്നു നിൽക്കുമ്പോൾ കണക്കിലധികം ആർത്തിയോടെ ജന്തുക്കൾ അത് ഭക്ഷിക്കാറുണ്ട്. അത് ദഹനക്കേട് വരുത്തുകയും അവയെ ഇല്ലാതാക്കുകയോ ആരോഗ്യപരമായി നാശത്തിലെത്തിക്കുകയോ ചെയ്തേക്കും. എന്നാൽ അവ ക്രമത്തിൽ ഭക്ഷിക്കുകയും വെയിൽ കൊള്ളുകയും അയവിറക്കുകയും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്ത് വീണ്ടും ആവശ്യത്തിന് ഭക്ഷിക്കുകയാണെങ്കിൽ ഒരു ദോഷവും ഉണ്ടാവില്ല. അതിനാൽ ഏതൊരാൾ അർഹമായ സമ്പത്തെടുക്കുന്നുവോ അവന് അതിൽ അനുഗ്രഹം ലഭിക്കും. മറിച്ച് അനർഹമായി സമ്പത്ത് കൈവശപ്പെടുത്തുന്നവൻ എത്ര ഭക്ഷിച്ചാലും വയറ് നിറയാത്തവനെ പോലെയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഭൗതിക ജീവിതത്തിൽ ധനത്തിലുള്ള വർധനവിലല്ല യഥാർത്ഥ ഗുണം കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് ഗുണമായ കാര്യങ്ങൾ കൊണ്ട് ദോഷമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ലെന്ന് നബി ഉത്തരം പറഞ്ഞത്. ഒരിക്കലും തിന്മ നന്മയെ കൊണ്ടുവരില്ല. സമ്പത്ത് ലഭിക്കലാണോ ഗുണമെന്ന് അന്വേഷിക്കുന്നുണ്ട്. സമ്പാദനത്തിൽ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡം വിവരിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. കഴിയുന്നത്ര അന്യരിൽ നിന്ന് ദാനധർമ്മങ്ങൾ സ്വീകരിക്കാതെ സ്വന്തമായ പരിശ്രമത്തിലൂടെ ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് പ്രവാചകൻ പല സന്ദർഭങ്ങളിലായി ഉണർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അർഹവും ധാർമ്മികവുമായ നിലയിൽ ധനസമ്പാദനം ഉത്തമമാണ്, ഉത്കൃഷ്ടമാണ്. സ്വന്തം ജീവിതത്തിൻ്റെ നിലനിൽപ്പും തൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും ആ സമ്പാദനം വഴിയാണല്ലോ നടക്കുക. മാത്രവുമല്ല, ദാരിദ്ര്യത്തെക്കാൾ ഇസ്ലാം എപ്പോഴും ധന്യമായ അവസ്ഥയെയാണ് അംഗീകരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. ദുരാഗ്രഹവും ആർത്തിയും മൂലം ധനത്തോട് അമിത വാത്സല്യം പുലർത്തുന്നവരെയാണ് പ്രവാചകൻ ഇവിടെ മൃഗചേഷ്ടകളോട്, എത്ര തിന്നാലും വയറു നിറയാത്തവരോട്, മൃഗം ഈ വസന്തകാലത്തെമ്പാടും കിട്ടുമ്പോൾ കണ്ണും മൂക്കും നോക്കാതെ തിന്നുന്നതിനോടൊക്കെ ഉപമിച്ചിട്ടുള്ളത്. മിതത്വം പാലിച്ചവരും ഭൗതിക അലങ്കാരങ്ങൾക്ക് അതിൻ്റേതായ സ്ഥാനവും വിലയും കൽപ്പിച്ചുപയോഗിക്കുന്നവർ ബുദ്ധിമാന്മാരായുമാണ് പ്രവാചകൻ പ്രശംസിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ഒരിക്കലും ഒരു കാരണവശാലും ഭൗതിക ജീവിതത്തോട് അമിതത്വം പാലിക്കാൻ പാടില്ല. ഭൗതികമായ അലങ്കാരങ്ങൾക്കും സുഖങ്ങൾക്കും അതിന് നൽകേണ്ട സ്ഥാനവും വിലയും മാത്രം നൽകുക. അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാർ. മനുഷ്യൻ്റെ പൊതു സ്വഭാവം അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. തീർച്ചയായും മനുഷ്യന് ധനത്തോട് അങ്ങേയറ്റം തീവ്രമായും കഠിനമായുമുള്ള സ്നേഹമാണുള്ളത്. അവൻ്റെ സ്നേഹം അത് കഠിനമാണ്, തീവ്രമാണെന്ന് പറഞ്ഞു. അതുതന്നെയാണ് വാർദ്ധക്യത്തിലെത്തിയാലും മനുഷ്യനിൽ യൗവനം പ്രാപിച്ച് യുവത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ ഈ ചെറുവചനത്തിലൂടെ ഊന്നിപ്പറഞ്ഞത്. ഭൗതിക താല്പര്യങ്ങളും ഇച്ഛകളും നിയന്ത്രിക്കുകയും അനുവദനീയമായ മാർഗം അവലംബിച്ച് ജീവിക്കുകയും ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാ നാശങ്ങളും സംഭവിക്കുക. ആരോഗ്യപരമായ കഴിവും തികഞ്ഞ അറിവുമാണ് നേതൃഗുണമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൽസ്ഥാനത്ത് തന്ത്രവും വക്രതയും വാക്സാമർഥ്യവും ഗുണമായി ഗണിച്ചപ്പോഴാണ് സത്യം മൺമറഞ്ഞു പോയത്. പരമമായ സത്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഭൗതികതയെ അതിജയിക്കണം. ധനചിന്തയും അവ കൈകാര്യം ചെയ്യാനുള്ള അധികാരലബ്ധിയുടെയും പേരിലല്ലാതെ ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നത ഉടലെടുത്തിട്ടില്ല എന്ന് കാണാൻ കഴിയും. കളവ് പറയാത്തവർ അതിനുവേണ്ടി കളവ് പറയുന്നവരായി മാറി.
വഞ്ചന എന്തെന്നറിഞ്ഞുകൂടാത്തവർ കൊടും വഞ്ചകരും ആയിത്തീർന്നു. ചതിയും വക്രതയും കുടിലതന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തി അധികാരം പങ്കുവയ്ക്കുകയോ മുസ്ലിം സമൂഹത്തിൽ എത്രമാത്രം ഭിന്നത ഉണ്ടായാലും അത് പ്രശ്നമല്ല, തങ്ങളുടെ കാര്യം നടക്കണം എന്നുള്ള ചിന്തയും ധാർഷ്ട്യവുമൊക്കെ സർവനാശത്തിൻ്റെ ഹേതുവായിട്ടാണ് എക്കാലവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചരിത്രവും അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹം അത് അതിൻ്റേതായ മിതത്വത്തിലും അതിൻ്റേതായ രൂപത്തിലും അനുഭവിക്കുക ഇഹത്തിൽ. എന്നാൽ ഇഹലോകത്തും സൗഭാഗ്യമുണ്ടാകും, പരലോകത്തും ഉണ്ടാകും ദുരാഗ്രഹവും ആർത്തിയും. കൈവെടിയുക, മറിച്ച് ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനവും വിലയും കൽപ്പിച്ച് ഉപയോഗിക്കുക. എന്നാൽ ബുദ്ധിമാന്മാരാകാം. അവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.